ത്രീ മേജർ മിത്സ് അബൌട്ട് ഡയബറ്റീസ്. ഹായ്, എൻ്റെ പേര് ഡോക്ടർ ജമീൽ സി, ഡോക്ടർ സെയ്ഡ് ഹോമിയോപ്പതി. നമ്മളിന്ന് മേജറായിട്ടുള്ള 3 മിത്തുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അബൌട്ട് ഡയബറ്റീസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡയബറ്റീസ് ജനറ്റിക്കാണ്. നമുക്ക് ജനറ്റിക്കലി ഡയബറ്റീസ് വന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തെന്നുള്ള കാര്യം. ഇത് വളരെ വലിയ തെറ്റാണ്. കാരണം നമുക്ക് ജനറ്റിക്കലി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പോലും, നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പോലും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലും അതേപോലെ തന്നെ നമുക്ക് കുറച്ചൊരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തത്, നമ്മുടെ ഡയബറ്റീസിന് ഒരിക്കൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. ഇതും തെറ്റാണ്. കാരണം നമുക്ക് ചില സമയത്ത് ഡയബറ്റീസ് വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കഴിച്ച് അത് കുറയ്ക്കേണ്ട അത്യാവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലും അതേപോലെ കുറേ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ തേർഡ് വൺ എന്നുള്ളത്, നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആണെങ്കിൽ ഞാൻ ഡയബറ്റിക് അല്ല എന്നുള്ള കാര്യം. ഡയബറ്റീസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും കൂടുതൽ എഫക്റ്റീവ്നെസ് വരുന്നത് നമ്മുടെ PPBS കൺട്രോൾഡ് ആകുമ്പോഴാണ്. ഈ ആഫ്റ്റർ ഫുഡ് കൺട്രോൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ആകത്തുള്ളൂ. ഇത് പ്രത്യേകിച്ച് നമ്മൾ നോർമലി ചെയ്യാറ്, നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ തലേ ദിവസമൊക്കെ നമുക്ക് ചെറിയൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഷുഗർ ഇൻടേക്ക് കുറച്ച് നമ്മൾ സ്വന്തം പറ്റിക്കുന്നൊരവസ്ഥ വരാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഈ കള്ളന്മാരെ പിടിക്കാനായിട്ടാണ് HbA1c 3 മാസത്തെ ആവറേജ് ആണ് നോക്കുക. ഈ ടെസ്റ്റിലാണ് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡു ഫോളോ us.